സാധാരണക്കാരായ പൊതുജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കള്ളക്കേസുകളെടുത്തും പാർട്ടി ഗുണ്ടകളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചും വരുതിക്ക് നിർത്തും. എന്താണോ പശ്ചിമ ബംഗാളിൽ 3.5 പതിറ്റാണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബാസുവും കൂടി കാട്ടിക്കൂട്ടിയോ അതിന്റെ 10 മടങ്ങാണ് കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ പോലും പ്രതികരിക്കാൻ ഭയമാണ് അവർക്ക്. ഇത് ആരോടുമുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല ഞാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയുമില്ല, പ്രതിപത്തിയുമില്ല. ഒരു സാധാരണക്കാരനാണ്. പക്ഷേ എനിക്ക് ഒരു പൗരന്റേതായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുള്ള ഈ നാട്ടിൽ ഒരു അടിമയായി ജീവിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അടിമയായി ജീവിക്കാൻ വയ്യ. ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സമ്മേളനവും ഒക്കെ നടത്തി മുഖം വെളുപ്പിച്ച് വീണ്ടും അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്ന സർക്കാർ ഇതൊക്കെ തുറന്നു പറയുന്നവനെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം. പാർട്ടി ഗുണ്ടകളെ കൊണ്ട്, പാർട്ടി ക്രിമിനലുകളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചേക്കാം. പക്ഷേ ആ ഭയത്തിനേക്കാളുമൊക്കെ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജനങ്ങളെ നിങ്ങൾ തന്നെ ചിന്തിക്ക്. നമുക്ക് നമ്മളേ ഉള്ളൂ. ഇനി ഒന്നും ബാക്കിയില്ല ഈ കേരളത്തിൽ.